എസ്.എഫ്.ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കേസെടുത്ത സംഭവത്തിൽ വിചിത്രവാദവുമായി എഫ്ഐആർ. പോലീസുകാരനും സഹോദരിയും ചേർന്ന് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്ന് എഫ്ഐആറിൽ പറയുന്നു. അതേസമയം സംഭവത്തിൽ പോലീസ് സേനയിൽ അമർഷം. ഇന്ന് നടക്കുന്ന പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും. MS വീണ വിവരങ്ങളുമായി ചേരുകയാണ്. വീണ, ഈ വളരെ വിചിത്രമായ വാദഗതികളാണ് ഈ എഫ്ഐആറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ SFIയുടെയും DYFIയുടെയും ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഈ എഫ്ഐആർ തയ്യാറാക്കിയ പോലീസുകാരുടെ ലക്ഷ്യമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആ ദൃശ്യങ്ങൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായതാണ്. ഒരു പോലീസുകാരനെ പുറകെ നടന്ന് പ്രകോപിപ്പിക്കുന്ന SFIയുടെ ക്രിമിനലുകളെയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ എഫ്ഐആറിൽ മറിച്ചൊരു വാദം ഉയരുന്നു? തീർച്ചയായും ആ ഒരു ചോദ്യം തന്നെയാണ് ഗൗതം വളരെ പ്രസക്തമായിട്ടുള്ളതും. ആക്രമണത്തിന്റെ സ്വഭാവം എന്ത് തന്നെയായാലും ഈ നമ്മൾ പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ പോലും ഈ കൃത്യനിർവഹണത്തിനിടെ ഉണ്ടായൊരു തടയലാണ്. അതായത് ഈ SFI പ്രവർത്തകരുമായി തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നു. തുടർന്ന് അവരെ പിരിച്ചുവിടാനായി ഈ ഡിസംബർ 31 നടന്ന സംഭവത്തിന് പിന്നാലെയാണ് അതിന്റെ ഒരു പകപോക്കൽ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ട്രാവൻകൂർ മാളിൽ നടന്നത്. അതും SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ. സംഭവം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഇതിലെ പ്രതികളെ പിടികൂടിയിട്ടില്ല. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അടക്കം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം ഈ അക്രമത്തിന് ഇരയായ പോലീസ് ഉദ്യോഗസ്ഥനും സഹോദരിക്കുമെതിരെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് അത് മനഃപൂർവ്വം മർദ്ദിക്കുക, ഒപ്പം തന്നെ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദനം നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ സഹോദരിയുടെ പേര് അതിൽ പറയുന്നില്ലെങ്കിൽ പോലും കണ്ടാൽ അറിയാവുന്ന യുവതി എന്നാണ്. ഈ യുവതി ആക്രോശിച്ചു എന്നാണ് പറയുന്നത്. അവരെ തിരിച്ച് ആക്രമിക്കൂ എന്ന് പറഞ്ഞ് മിഥുന്റെ സഹോദരി, പോലീസ് ഉദ്യോഗസ്ഥനായ മിഥുന്റെ സഹോദരി ആക്രോശിച്ചു എന്നടക്കമാണ് ഈ ഒരു എഫ്ഐആറിൽ പറയുന്നത്. ഈ വിനയ് പ്രസാദ് എന്ന് പറയുന്ന SFI പ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് വഞ്ചിയൂർ പോലീസ് ഇത്തരത്തിലുള്ള ഒരു വിചിത്ര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളടക്കം ഗൗതം സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ സാഹചര്യമുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായി അറിയാം. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും സഹോദരിക്കും നേരെ പിന്നാലെ പിന്തുടർന്നുകൊണ്ട് ആക്രമിക്കുകയും അസഭ്യം പറയുന്നതുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ SFI പ്രവർത്തകരെ പിന്തുണയ്ക്കുന്ന അവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണ നൽകുന്ന പോലീസ് സേനയെ കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറുപക്ഷത്ത് പോലീസിന്റെ ഒരു വിഭാഗത്ത് നിന്ന്, അതായത് അസോസിയേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വിഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള അമർഷം ഉയരുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് ജില്ലാ അസോസിയേഷന്റെ സമ്മേളനങ്ങൾ കൂടി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ നടന്ന സെക്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കടുത്തൊരു പ്രതിഷേധം കൂടി നടന്നു. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പൊതുമധ്യത്തിൽ നേരിടേണ്ടി വന്ന ഒരു പൊതുസ്ഥലത്ത് നേരിടേണ്ടി വന്ന SFI പ്രവർത്തകരിൽ നിന്നുണ്ടായ അതിക്രമത്തിന് ഇരയായപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ നൽകേണ്ട ഒരു പിന്തുണ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. തെളിവുകളടക്കം ഉണ്ടാകുമ്പോൾ പോലും SFI പ്രവർത്തകർക്ക് പിന്തുണ നൽകുന്ന ഒരു വിചിത്ര നടപടിയാണ് വഞ്ചിയൂർ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഇന്ന് പ്രമേയമടക്കം പാസ്സാക്കാൻ, ഈ ഒരു വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രമേയമടക്കം പാസ്സാക്കുവാനുള്ള തീരുമാനങ്ങളിലേക്ക് ഈ ഒരു സമ്മേളനം കടക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ തന്നെ ഈ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ള സന്ദേശങ്ങളും വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇനി ആഭ്യന്തര വകുപ്പ് ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. മറുപക്ഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മിഥുൻ നൽകിയ പരാതിയിൽ, പോലീസ് ഉദ്യോഗസ്ഥനായ മിഥുൻ നൽകിയ പരാതിയിൽ മറ്റു പ്രതികൾ SFI പ്രവർത്തകർക്കെതിരെ ദുർബലമായിട്ടുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായി അവർ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഡിസംബർ 31 നടന്ന സംഭവം അതിന് പകപോക്കലായിട്ടാണ് ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 14 പിന്തുടർന്നെത്തി പൊതുസ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും തെളിവുകളൊക്കെ SFI പ്രവർത്തകർക്ക് എതിരായിട്ട് പോലും കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മാത്രമല്ല ഈ SFIക്കാരെ എതിരെ നടപടി എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നടപടിയൊന്നും സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം എത്രത്തോളം വിചിത്രമാണെന്ന് നോക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും സഹോദരിയെയും ഒരു കൂട്ടം ക്രിമിനലുകൾ, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ യുവജന സംഘടനയുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ക്രിമിനലുകൾ ഒരു മാളിനകത്ത് ഓടിച്ചിട്ട് പ്രകോപിപ്പിക്കുന്നു, പിന്നീട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഒടുവിൽ പോലീസ് തന്നെ സ്വന്തം സഹപ്രവർത്തകനെ മർദ്ദിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നടക്കും എന്ന് നമുക്ക് കരുതുക വയ്യ. ഇന്നത്തെ കാലഘട്ടത്തിൽ MS വീണയാണ് വിവരങ്ങളുമായി ചേർന്നത്.